أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأنت له ساكنانون لا ശ്രദ്ധിക്കണം فأنت له تصدى സാദാണ് ദാലിന് ഷദ്ദുണ്ട് തസദ്ദ ഇനി കൂട്ടി ഓതാം ഇവിടെ ഒരു ചെറിയ വാവിനിട്ട് കണ്ടോ ഇത് കുറച്ച് ഹു എന്ന് കുറച്ച് നീട്ടാനാണ് فأنت له تصدى എഴുതുമ്പോ യാ അല്ലെ അലിഫായിട്ടാണ് പറയേണ്ടത് ഇവിടെ ഫ അന്ത ഫ കഴിഞ്ഞിട്ട് ആ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സാക്കിനാനൂൻ എന്താ സാക്കിനാനൂൻ എന്ന് പറഞ്ഞാൽ ഫത്തുഹോ കസ്റോ ലമ്മോ ഇല്ലാത്ത നൂന് പറയുന്ന പേരാണ് സാക്കിനായ നൂൻ സാക്കിനായ നൂനുകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ അന്ത എങ്ങനെ പറഞ്ഞേ ഫ അന്ത ലഹു തസദ്ദ ഇനി അഞ്ചാമത്തെ ആയത്ത് വമാ അലൈക ഇതൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും ഓതാൻ പറ്റും വമാ അലൈക അല്ലാ യസ്സക്ക സൈന് ഷദ്ദുണ്ട് ലാമിന് കണ്ട ഷദ്ദ് കാഫിന് ഷദ്ദുണ്ട് അല്ലേ ഇതില് 3 ഷദ്ദുണ്ട് ألا يزكى കൂട്ടി വരാം وما عليك ألا يزكى ഒന്നുകൂടെ وما عليك ألا يزكى ഇനി അടുത്ത ആയത്ത് നോക്കൂ എട്ടാമത്തെ ആയത്ത് وأما من جاءك يسعى നോക്കൂ ഇവിടെ وأما من جاءك يسعى കൂട്ടി വന്ന് നോക്കൂ وأما من جاءك يسعى ഒന്നുകൂടെ وأما من جاءك يسعى ജാഅക മദ് കണ്ടോ മദ്ദിനെ കണ്ടോ ഫതഹിനെ നീട്ടാൻ അലിഫിന്റെ മുകളിൽ മദ് കണ്ടോ ജാഅക അത് നീട്ടൽ നിർബന്ധമാണ് അടുത്ത ആയത്ത് 9ാമത്തെ വഹുവ യഖ്ശ യാ എന്നാണ് കേട്ടോ അത് ശ്രദ്ധിക്കണം വഹുവ യഖ്ശ ഇനി 10ാമത്തെ ആയത്ത് ഫഅന്ത നമ്മൾ തുടങ്ങിയതും ഫഅന്ത എന്ന വാക്ക് ഒരുപാടുണ്ട് അല്ലേ ഖുർആനിൽ അത് ഇങ്ങനെ ഉസ്താദ് പറയുന്നത് പോലെ പറയണം അതിന് ഇഖ്ഫാ എന്നാണ് പറയുക അതൊക്കെ പിന്നീട് പഠിക്കാം ഇൻഷാ അല്ലാഹ് فأنت عنه فأنت عنه تلهى ها إن شدّنده تلهى ഇനി കൂട്ടി ഓതാം തലഹ എന്ന് പറയുമ്പോ ഹാന് ശബ്ദുണ്ട് കൂട്ടി ഒന്ന് നോക്കൂ 10ാമത്തെ ആയത്ത് അല്ലേ فأنت عنه
لها فأنت عنه تلهى ഒന്നുകൂടെ فأنت عنه تلهى